ദേശനിവാസികളെ, ഏതൊരു മനുഷ്യന്റെയും ഹൃദയത്തിന് ആശ്വാസം നൽകി തരുന്നവനും നമ്മുടെ പാപങ്ങളെ കഴുകി നമ്മളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിക്കുന്നവനും ഒരു നാൾ പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നമുക്ക് ഏവർക്കും വേണ്ടി ക്രൂശിൽ കഷ്ടമേറ്റ് മരിച്ചവനെങ്കിലും അടക്കപ്പെട്ടവനെങ്കിലും മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ഭൂമിയുടെ ഏകാധിപതിയായിട്ട് മടങ്ങി വരുന്നവരുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നാമം ഞങ്ങൾ ഈ ദേശത്ത് ഘോഷിക്കുമ്പോൾ ഇത് ക്രിസ്തീയ മതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് മറ്റ് ജാതികൾക്ക് എതിരുമല്ല. പ്രിയപ്പെട്ടവരെ, മരണമുള്ള എല്ലാവർക്കും വേണ്ടി യേശുക്രിസ്തു മരിച്ചു എന്നുള്ള നല്ല വാർത്ത നിങ്ങളോട് അറിയിക്കുമ്പോൾ നോക്ക്, പിന്നെ നമ്മൾ പല ജാതി മതസ്ഥരായിട്ട് ഭൂമിയിൽ ജനിച്ചു. അതിനകത്ത് ക്രിസ്തീയ മതവിശ്വാസികൾ എന്നെ കേൾക്കുന്നുണ്ട്, ഹിന്ദു മതവിശ്വാസികൾ എന്നെ കേൾക്കുന്നുണ്ട്, ഇതര മതവിശ്വാസികളും ഉണ്ടാവാം, ഇല്ലായിരിക്കാം. സമ്പന്നന്മാരും ദരിദ്രന്മാരും എന്നെ കേൾക്കുന്നുണ്ട്, സ്ത്രീ പുരുഷന്മാർ എന്നെ കേൾക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളും പ്രായാധിക്യമുള്ളവരും എന്നെ കേൾക്കുന്നുണ്ട്. പക്ഷെ പ്രിയപ്പെട്ട, നമുക്ക് എല്ലാവർക്കും ഉറപ്പായിരിക്കുന്ന ഒരു കാര്യം എന്താണ്? എല്ലാ ജാതി മതസ്ഥർക്കും, എല്ലാ നല്ലവരും എല്ലാ മോശമായിരിക്കുന്ന ആൾക്കാരും നമ്മൾ പറയുന്നവർക്കും എല്ലാവർക്കും വിധിച്ചിരിക്കുന്ന ഒരു കാര്യം മരണം മാത്രമാണ്. അപ്പോൾ നോക്ക്, പിന്നെ മരണമുള്ള എല്ലാവരോടുമാണ് ഞാൻ സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു വിഭാഗത്തോടെ അനുകൂലമല്ല, പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിന് എതിരുമല്ല. മരണമില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ പ്രസംഗം കേൾക്കണ്ട. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുള്ള ഒരു കാര്യം എന്താണ്? ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കും. ഇതിനപ്പുറം ഭൂമിയിൽ നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യവുമില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ ചിന്തിക്കണം, ഞാൻ മരിച്ചതിന് ശേഷം എങ്ങോട്ടാണ് പോകുന്നത്? രണ്ടാമതൊരു ചോദ്യം, ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച സത്യദൈവം ആരാണ്? അതായത് മരിച്ചതിന് ശേഷം ദൈവത്തിന് മുമ്പിൽ എല്ലാവരും കണക്ക് കൊടുക്കണം. ദൈവം ഏകനാണ്, പലരില്ല. ആ ഏക സത്യദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചവനും നമുക്ക് ഭക്ഷണവും വായുവും വസ്ത്രവും നൽകി തരുന്നവനും നമ്മളെ സൃഷ്ടിച്ചവരുമായിരിക്കുന്ന ഈ ദൈവത്തെ നമ്മൾ കണ്ടെത്തുന്നവൻ ഭാഗ്യവാനാണ്. എന്ന് മാത്രമല്ല, ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന പുതിയ നിയമത്തിൽ അല്ലെങ്കിൽ ഈ അന്ത്യനാളുകളിൽ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഒരേ വാഗ്ദത്തം പാപമോചനമാണ്. സാമ്പത്തികമായിരിക്കുന്ന സമൃദ്ധി ദൈവത്തിന്റെ വാഗ്ദത്തമല്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ നോക്ക്, പിന്നെ പാപമോചനം എന്ന് പറഞ്ഞാൽ നിത്യജീവനാണ് ദൈവം നമുക്ക് എന്ന വാഗ്ദത്തം. നിത്യജീവൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മരണമില്ലാത്ത, നശിച്ചു പോകാത്ത ഒരു ജീവൻ. അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ആ ജീവനെ നമ്മൾ പ്രാപിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ നോക്ക്, പിന്നെ ഇനി നിങ്ങളിലേക്ക് ഞങ്ങളൊന്ന് കടന്നു വന്നാലോ? നമ്മളെല്ലാവരും പുറമെ ചിരിക്കുന്നവരും പുറമെ സന്തോഷമുള്ളവരും ഒക്കെയാണ്. മറ്റുള്ളവരുടെയൊക്കെ മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ എപ്പോഴും ചിരിക്കുന്ന മുഖമാണ് കാണിക്കുന്നത്. മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ എന്താണ്? നമ്മൾ ഉന്നത ഭാവമുള്ളവരായിട്ടാണ് കാണിക്കുന്നത്. എത്രമാത്രം തകർന്നു കിടക്കുന്ന അനുഭവത്തിൽ നമ്മൾ മറ്റ് മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ എന്തോ വലിയ സംഭവമാണെന്നാണ് പലപ്പോഴും പറയുന്നത്. എന്നാൽ പ്രിയപ്പെട്ട കൂട്ടുകാരികളോട് ചിരിച്ച് കളിച്ച് അല്ലെങ്കിൽ കൂട്ടുകാരോട് കൂടെ ഉല്ലാസപൂർവ്വം നടന്നിട്ടും നിന്റെ ഏകാന്തതയിൽ നീ ദുഃഖിക്കുന്നത് എന്ത്? ഇതാ എൻ്റെ വീട് റാന്നിയാണ്. റാന്നിക്കടുത്ത് അയിരൂർ എന്ന് പറഞ്ഞ ഒരു പഞ്ചായത്തിലാണ് എൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന എന്താണ്? ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നു. എന്നാൽ പ്രിയപ്പെട്ട, എന്റെ വീട് ഞാൻ പറഞ്ഞത് മനുഷ്യന്റെ അകത്തൊന്ന് പുറത്ത് വേറെ ഒന്ന്. അതിനെപ്പറ്റി ഞാനൊരു സംഭവകഥ പറഞ്ഞുതരാം. നിങ്ങളുടെ അവസ്ഥ അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പുറമെ ചിരിക്കുന്നവരും പുറമെ ഉന്നതന്മാരാണെങ്കിലും നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഏകാന്തതയിൽ കഠിനമായിരിക്കുന്ന വേദനയിൽ കൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്ത തെറ്റുകളെ പറ്റിയുള്ള കുറ്റബോധങ്ങള്, ആശാഭംഗങ്ങള്, നോക്കുവാൻ നമ്മൾ ആഗ്രഹിച്ച ഒന്നും നേടാത്തതിനുള്ള നിരാശകള്, പിന്നെയോ കഠിനമായിരിക്കുന്ന രോഗങ്ങള്, മരണഭീതികള്, കുഞ്ഞിനെ ചൊല്ലിയുള്ള വിലാപങ്ങൾ, രോഗങ്ങള്, പ്രിയപ്പെട്ടവരെ, എന്തുമാത്രം പ്രശ്നങ്ങൾ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത്, കടബാധ്യതകൾ. എന്നാൽ പ്രിയപ്പെട്ട, എന്റെ വീടിനോട് ചേർന്ന് തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള 10-25 സഹോദരിമാര് വന്ന് ഇതുപോലൊരു റബ്ബർ തോട്ടത്തിൽ ജോലി ചെയ്യാൻ അവർ കാട് പറിക്കുന്നു, ചെറിയ കുഴികൾ എടുക്കുന്നു, ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുവെങ്കിലും പ്രിയപ്പെട്ടവരെ, അവരുടെ ഉല്ലാസപൂർവ്വമായിരിക്കും ചിരികള്, പാട്ടുകള് ഞങ്ങളുടെ വീട്ടിൽ കേൾക്കാം. ഒരാഴ്ചയോളം ഇത് തുടരുകയാണ്. ഇവരെന്താണ്? ആർത്തുല്ലസിക്കുകയാണ്. ഇവരുടെ പൊട്ടിച്ചിരികൾ എന്താണ്? കവികളൊക്കെ പാടുന്ന പോലെ, മണികിലുക്കം പോലെ ഞങ്ങളുടെ വീട്ടിൽ കേൾക്കാം. ഒരു ദിവസം ഉച്ച സമയത്ത് ഈ സഹോദരിമാർ 25 പേര് അവിടെ വലിയൊരു മരത്തണില്ല, നല്ല വേനൽക്കാലമാണ്, തോർത്തും പേപ്പറും ഒക്കെ വിരിച്ച് അവർ വിശ്രമിക്കുകയാണ്. ഞാൻ അവരുടെ അടുക്കലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, സഹോദരിമാരെ, നിങ്ങൾ വളരെ സന്തോഷവതികളാണല്ലോ എന്ന് ഞാൻ ചോദിച്ചു. എനിക്കറിയാം യഥാർത്ഥമായിരിക്കുന്ന അനുഭവം എന്താണെന്ന്. അവർ എന്റെ കണ്ണിലേക്ക് നോക്കി, ഇവൻ എന്താണ് പറയാൻ പോകുന്നത്? അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ തൊഴിലുറപ്പ് പദ്ധതി എപ്പോൾ തീരും? അവർ പറഞ്ഞു 4 മണിക്ക് തീരും. ആവട്ടെ, 4 മണിക്ക് ശേഷം നിങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് ചിരിച്ചുകൊണ്ടാണോ കരഞ്ഞുകൊണ്ടാണോ എന്നാണ് ഈ പൊട്ടിച്ചിരിച്ച് ആർത്ത് നടക്കുന്ന ഈ സഹോദരിമാരോട് ചോദിച്ചു. 4 മണിക്ക് ശേഷം നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് ഏകയായിട്ട് മടങ്ങി പോകുമ്പോൾ നിങ്ങൾ ചിരിച്ചുകൊണ്ടാണോ കരഞ്ഞുകൊണ്ടാണോ പോകുന്നത്? ഇത്രയേ ചോദിച്ചുള്ളൂ. അവിടെ ഇരുന്ന് അനേക സഹോദരിമാരുടെ കവിൾത്തടങ്ങൾ കൂടെ കണ്ണീർ ചാലുകൾ ഒഴുകുവാൻ തുടങ്ങി, ചാലിട്ട് ഒഴുകുവാൻ തുടങ്ങി. അവർ പറയുകയാണ്, എന്റെ സഹോദര, മരിച്ചാൽ മതി എന്നുള്ള അനുഭവത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അത്ര ദുസ്സഹമായിരിക്കുന്ന അനുഭവത്തിൽ കൂടിയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ഞങ്ങൾ കൂട്ടുകാരികൾ ചേരുമ്പോഴുള്ള ഈ സന്തോഷമല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലെന്ന്. പ്രിയപ്പെട്ട, ഇതല്ലേ ശരി? നമ്മൾ നോക്കുമ്പോൾ ഉന്നതമായിരിക്കുന്ന ഭവനങ്ങൾ. ഞങ്ങൾ കഴിഞ്ഞ ദിവസം കുട്ടനാടിന്റെ ഒരു ദേശത്ത് പോയപ്പോഴും ഒരു വീട്ടിലേക്ക് അവർ പ്രാർത്ഥിക്കും
പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിച്ചു. അങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോഴെന്താണ്, ഇന്നേ വരെ ഞാൻ കാണാത്ത തരം മനോഹരമായിരിക്കുന്ന ഗ്രാനൈറ്റ് ഒരു കൊട്ടാരമാണ്. അപ്പോഴെന്താണ്, ആ ഗ്രാനൈറ്റിന്റെ തറയിലേക്ക് ഞാൻ കാലെടുത്ത് വെച്ചപ്പോൾ അമ്മച്ചി അവിടെ ഒരു പരിചയമില്ല. ഞാൻ പറഞ്ഞു, അമ്മച്ചി എത്ര മനോഹരമായിരിക്കുന്ന ഗ്രാനൈറ്റ്, അടിപൊളി ഗ്രാനൈറ്റ് ആണല്ലോ എന്ന് പറഞ്ഞു. അമ്മച്ചി പെട്ടെന്ന് പറയാണ്, ആ ഗ്രാനൈറ്റുള്ള അടിപൊളി വേറെ ഒന്നും അല്ലെന്ന് പറഞ്ഞു. അപ്പോൾ അതേ മനസ്സിലായി ഭവനം നശിച്ചു കിടക്കുകയാണ്. അങ്ങോട്ട് കയറി ചെന്നു. പ്രിയപ്പെട്ടവരെ, അവരുടെ പാണ്ടക്കെട്ട് അഴിക്കുകയാണ്. അവരുടെ ദുഃഖങ്ങൾ പറയുവാൻ ഒരാളെ നോക്കിയിരിക്കുകയാണ്. അച്ഛന്മാർക്ക് അവരുടെ ദുഃഖം കേൾക്കാനൊന്നും നേരമില്ല. ഞങ്ങളെ പോലുള്ളവർ ചെല്ലുമ്പോൾ അവരുടെ ഹൃദയത്തിന്റെ ആ ഭയങ്കരമായിരിക്കും ദുഃഖങ്ങൾ അഴിച്ചിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങൾ ആശ്വാസവാക്ക് പറയും, ഞങ്ങൾ സത്യദൈവരൊക്കെ തിരിയും. അത് ദൈവത്തിന്റെ കൃപയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് സുവിശേഷം പ്രസംഗിക്കുന്ന എന്റെ പേര് വിജയഗോപാൽ എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്റെ വീട് താന്നിയാണ്. ഞാനൊരു ഹിന്ദുമത വിശ്വാസത്തിൽ ജനിച്ചവന്. നിങ്ങൾക്കറിയാമോ, അഹങ്കാരമാണ് നമ്മളെ നശിപ്പിച്ച് കളയുന്നത്. ഉന്നത ഭാവമാണ് നമുക്ക് സമാധാനം നൽകി തരാൻ കഴിയാത്തത്. എന്നാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ അഹങ്കാരം കൊണ്ടും ഉന്നത ഭാവത്തിൽ കൂടെ ജീവിച്ച ഒരു മനുഷ്യനാണ് ഞാൻ. അതേ പ്രിയപ്പെട്ടവരെ, എല്ലായ്പ്പോഴും എന്താണെന്ന് അറിയാമോ, ഞാൻ ഭയങ്കരമായിരിക്കുന്ന ഉന്മാദ ഭാവത്തിൽ ജീവിച്ചവരാണ്. പുറമേ ശാന്തനും സൗമ്യശീലനുമാണെങ്കിലും സകല മനുഷ്യരെ ഞാൻ എൻ്റെ ഹൃദയം കൊണ്ടെന്നാണ് ചെറുതായിട്ട് കണ്ടു. ഞാൻ മാത്രമാണ് വലിയവനെന്ന് ഞാൻ എണ്ണി. സാഹിത്യത്തിന്റെയും തത്വജ്ഞാനത്തെയും ഉത്തംഗ ശൃംഖത്തിൽ ഞാൻ വിരാജിച്ചു. അതേ, ഇന്നേ വരെ ലോകം കണ്ടിട്ടില്ലാത്ത സാഹിത്യ സൃഷ്ടികൾ എന്റെ ഹൃദയത്തിൽ ഉളവായി വന്നു. അതുകൊണ്ടൊക്കെ ഞാൻ വിചാരിച്ച ഞാൻ എന്തോ വലിയ സംഭവമാണെന്ന്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആര് വന്ന എന്ത് സംസാരിച്ചാലും ഞാൻ കേൾക്കുമായിരിക്കാം, പക്ഷെ ഞാൻ അനുസരിക്കുമായിരുന്നില്ല. എന്റെ ഹൃദയത്തിൽ തോന്നുന്നത് മാത്രമേ ഞാൻ നടപ്പാക്കുമായിരുന്നുള്ളൂ. കഠിനമായിരിക്കുന്ന പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുമ്പോഴും എന്റെ അഹങ്കാരത്തിന് കുറവുണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നേക്ക് 23 വർഷങ്ങൾക്ക് മുമ്പ് ഒരു സന്ധ്യാസമയത്ത് 2002 ഡിസംബർ 27 ലാസ്റ്റ് ആ സന്ധ്യാസമയത്ത് ഞാൻ ഒരു തീരുമാനമെടുത്ത്. ജീവിതം ദുസ്സഹമായിട്ട് തീർന്നു. മുമ്പോട്ട് കടന്നു പോകാൻ കഴിയാത്തവരുടെ ജീവിതം കഠിനമായിരിക്കുന്ന കോട്ടകളിൽ അകപ്പെട്ട പോലത്തെ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ ആത്മഹത്യ, ആ രാത്രിയിൽ ഞാൻ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ടവരെ, നാളെ പ്രഭാതം ഞാൻ കാണുമായിരുന്നില്ല. അതായത് 28-ാം തീയതി പ്രഭാതം ഞാൻ കാണുമായിരുന്നില്ല. എന്റെ ഭാര്യ അറിഞ്ഞില്ല എന്റെ വേദന, എന്റെ മകൻ അറിഞ്ഞില്ല. ആ യാചകന്മാർ തൊട്ട് MLA-മാർ വരെ എനിക്ക് കൂട്ടുകാരും സ്നേഹിതന്മാരും ഉണ്ടായിരുന്നു. അന്ന് പകരം ഞാൻ സംസാരിച്ചെന്തറിയുമോ, ആകാശത്തിലെ പ്രപഞ്ചഗോളത്തിനപ്പുറം മറ്റൊരു ഗോളമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇത് തിരിയുന്നത് കറങ്ങുന്നതെന്നൊക്കെയാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടത്, എന്റെ അവസ്ഥ എന്താണ്? എന്റെ അവസ്ഥ എന്താണ്? ഇതുപോലാണ് പ്രിയപ്പെട്ടത് നമ്മൾ പലരും. നിന്റെ അവസ്ഥ എന്താണ്? ആ അവസ്ഥ മാറ്റി വെച്ചുകൊണ്ട് നീ എന്താണ് മറ്റുള്ളവരെ പ്രശംസിക്കുന്നത്, മറ്റുള്ളവരുടെ മുമ്പിൽ ചിരിക്കുന്ന മുഖം കാണുന്നത്. എന്നാൽ മനുഷ്യരോ നിന്റെ പുറമേ ഉള്ളത് കാണുന്നു. ദൈവമോ നിന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങളെ അറിയുന്നു. ആ സന്ധ്യാസമയത്ത് ഒരു ഉപദേശം, ഞങ്ങൾ വിലയില്ലാത്തവരാണ് നിങ്ങളുടെ മുമ്പിൽ, ആർക്കും വേണ്ടാത്തവരാണ്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഈ യാത്ര ചെയ്ത് അനേക പ്രസംഗം നടത്തുമ്പോൾ എത്രയോ ആത്മഹത്യകളെ മാഞ്ഞു പോകുന്നതെന്ന് അറിയാമോ? എത്ര പേരാണ് രക്ഷ പ്രാപിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ? എത്രയോ തകർന്ന കുടുംബങ്ങൾക്കാണ് ആശ്വാസം കിട്ടുന്നതെന്ന് അറിയാമോ? കാരണം ഞങ്ങൾ മുഖാന്തരം ദൈവത്തിന്റെ വചനം ദേശത്ത് ഘോഷിക്കുമ്പോൾ നിങ്ങൾ അനേകരുടെ ഉറക്കമില്ലാത്ത അനുഭവത്തിൽ നിങ്ങൾ ഉറക്കത്തിലേക്ക് വരികയാണ്. പൈശാചിക ഭയത്തിൽ ഞങ്ങൾ സുവിശേഷ പ്രസംഗം കഴിയുമ്പോൾ നിങ്ങൾ ഭയം വിട്ടുമാറുകയാണ്. ആ സന്ധ്യാസമയത്ത് ഉപദേശി എന്റെ വീട്ടിലേക്ക് കയറി വന്നിട്ട് പറയുകയാണ്, വിജയ, കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ വീട്ടിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴൊക്കെ നിന്റെ മുഖമാണല്ലോ തെളിഞ്ഞു വരുന്നത്. നീ പുറമെ സന്തോഷവാനാണെങ്കിലും നിന്റെ ഉള്ളം മരിച്ചാൽ മതി എന്നായിട്ടില്ലയോ? സത്യമല്ലയോ? ഓ, പ്രപഞ്ചഗോളത്തിനപ്പുറം വേറെ ഗോളമുണ്ടെന്ന് പറഞ്ഞ് നടന്നു ഞാൻ അന്നും മരണത്തിന്റെ വഴിയിൽ കൂടിയാണ് സഞ്ചരിച്ചതെന്ന് എനിക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. എന്നാൽ ഞാൻ പറഞ്ഞു, സത്യമാണ്, ഞാൻ ഇന്ന് രാത്രി മരിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിന്നോട് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിലേക്ക് വരാം, എന്റെ വീട്ടിൽ സാഹചര്യമില്ല. അങ്ങനെ ആ ദിവസം ഞാൻ തന്റെ വീട്ടിലെ മുറ്റത്തുള്ള സിമന്റ് ബെഞ്ചിൽ നിലാവെളിച്ചത്തിൽ എന്റെ വിവാഹ ദിവസം ഞാൻ മറന്നു. എന്റെ ജീവിതത്തിലെ മറ്റെല്ലാ ദിനങ്ങളും ഞാൻ വില കൊടുത്തതുമില്ല. ആ ദിവസം ഞാൻ ഇന്നും മറന്നിട്ടില്ല. ഇപ്പോഴും എന്റെ മുമ്പിൽ എന്താണ് തെളിഞ്ഞ പിക്ചർ പോലെയുണ്ട്. അദ്ദേഹം ആ സിമന്റ് ബെഞ്ചിൽ നിലാവെളിച്ചത്തിൽ ഇരിക്കുമ്പോൾ നിരവധിയായിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കാണും. എന്റെ ഹൃദയത്തിന് ആശ്വാസം കൈക്കൊള്ളുവാൻ കഴിയില്ല പ്രിയപ്പെട്ടവരെ. എന്നാൽ പൊടുന്നതിനെ അദ്ദേഹം യേശുക്രിസ്തുവിന്റെ വചനം പറഞ്ഞു. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലിനെ നിന്നെ നിർമ്മിച്ചവനുമായിരിക്കുന്ന കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടി ഇരിക്കും. നീ പുഴയിൽ കൂടി കടക്കുമ്പോൾ പുഴ നിന്റെ മേൽ കവിഞ്ഞൊഴുകയില്ല. തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിയാൽ നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ഇസ്രായേലിന്റെ പരിശുദ്ധനായിരിക്കുന്ന ഞാൻ നിന്റെ രക്ഷകൻ. നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ പ്രാണന് പകരം ജാതികളെയും തരുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, 34-ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് എന്റെ ഹൃദയം തണുത്തു. 34 വർഷം മഴ പെയ്യാതിരുന്ന മലരാരണ്യത്തിലേക്ക് ആദ്യമായിട്ട് ആശ്വാസത്തിന്റെ കുളിർമഴ സ്വർഗത്തിൽ നിന്ന് പെയ്തിറങ്ങി. ആ മലരാരണ്യം ഇതാ പുഷ്പിക്കുന്ന ഒരു പൂന്തോട്ടമായിട്ട് മാറ്റപ്പെടുകയാണ്. അതൊരു മലർവാടിയായിട്ട് മാറ്റപ്പെടുകയാണ്. എന്റെ ഹൃദയം സമാധാനം കൊണ്ട് നിറഞ്ഞു. എന്റെ ജീവിതത്തിൽ എനിക്ക് സമാധാനം നൽകി തന്നവൻ യേശുക്രിസ്തുവാണ്. ഈ യേശുക്രിസ്തു ആരാണ്? പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ മതവിശ്വാസികളും ഇതര മതവിശ്വാസികളുമായിട്ട് കേട്ടുകൊള്ളുവേൻ. യേശുക്രിസ്തു ആരാണ് എന്ന് ഞങ്ങൾ പറയുമ്പോൾ ഈ പ്രസംഗത്തിന്റെ ഒരു പ്രശ്നം ഞാൻ നിങ്ങൾക്ക് പറയാം. ഇത് അനുഗ്രഹവും ശാപവുമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിന്. ഇത് ശാപമായിട്ട് തീരുവാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിന്. യഹൂദന്മാരെ പോലെ സുവിശേഷത്തെ തള്ളി യേശുക്രിസ്തുവിനെ തള്ളി നിത്യനാശത്തിലേക്ക് പോകുന്നത് എന്ത്? പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട്. ആ പാപത്തിന്റെ പരിഹാരമാണ് ക്രിസ്തു. ആ ക്രിസ്തു
ക്രിസ്തുവിനെ ഞാൻ അല്പനേരം പ്രസംഗിക്കുമ്പോൾ ഞാൻ ഇവിടെ പ്രസംഗിച്ചിട്ടങ്ങ് പോവുകയാണ്, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ഞാൻ മരണം വഴിയായിട്ട് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും, നിങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ മരണം വഴിയായിട്ട് മാറ്റപ്പെടും. എന്നാൽ മരിച്ചതിന് ശേഷം നമ്മളെല്ലാം വീണ്ടും കണ്ടുമുട്ടുന്ന ദിവസമുണ്ട്. മരിച്ചവരെല്ലാവരും വീണ്ടും കണ്ടുമുട്ടുന്ന ഒരു ലോകാവസാന ദിവസമുണ്ട്. അന്ന് യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിൽ നമ്മൾ എല്ലാവരും നിൽക്കണം. ഹിന്ദുക്കൾ നിൽക്കണം, ക്രിസ്ത്യാനികൾ നിൽക്കണം, മുസ്ലിങ്ങൾ നിൽക്കണം, രാജാക്കന്മാരും പ്രഭുക്കന്മാരും പ്രധാനമന്ത്രിമാരും മുഖ്യമന്ത്രിമാരും കമ്മ്യൂണിസ്റ്റുകാരും BJP-കാരും എല്ലാവരും യേശുക്രിസ്തുവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ലോകാവസാനം നിൽക്കേണ്ടി വരുന്ന ദിവസമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ യേശുക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. അവൻ പറഞ്ഞു, ഭൂമിയിൽ വെച്ച് എന്നെ ഏറ്റു പറഞ്ഞവനെ ഞാനും ഏറ്റു പറയും, ഭൂമിയിൽ വെച്ച് എന്നെ തള്ളിക്കളഞ്ഞവനെ ഞാനും തള്ളിക്കളയും. അന്ന് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ മുമ്പിൽ നീ തള്ളപ്പെട്ടവളുമായിട്ട് തീർന്നു കഴിഞ്ഞാൽ നിന്നെ രക്ഷിപ്പാനോട് വേറൊരു വ്യക്തിയില്ല, വേറൊരു ദൈവമില്ലെന്നുള്ള സത്യം നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിന്. എന്നാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, ഈ യേശുക്രിസ്തു നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത്? നമുക്ക് എല്ലാവർക്കും അറിയാം. യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമില്, ആ ഗോൽഗോഥ മലമുകളില്, ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ നട്ടുച്ചവയിൽ അവൻ തൂങ്ങിക്കിടക്കേണ്ടി വന്നു. അവന്റെ ശരീരം മുഴുവനും അടിയേറ്റ് തകർക്കപ്പെട്ട് അവന്റെ ശരീരത്തിലെ മാംസകഷ്ണങ്ങൾ അടർന്നു പോയിരിക്കുന്നു. അവന്റെ മുഖത്ത് തുപ്പലേറ്റ് അവൻ നിന്ദിക്കപ്പെട്ടിരിക്കുന്നു. അവന്റെ തലയിൽ ഇതാ അവർ മുള്ളുകൊണ്ടൊരു കിരീടം മെറിഞ്ഞു വെച്ചിട്ട് അവന്റെ മുഖത്ത് തുപ്പി അവന്റെ മുമ്പിൽ മുഴങ്കാലും അടക്കി നമസ്കരിച്ച് അവനെ പരിഹസിക്കുന്നു. അവനിതാ 2 കള്ളന്മാരുടെ മധ്യേ ക്രൂശിൽ തൂങ്ങിക്കൊടുക്കുക. എന്താണ് പ്രിയപ്പെട്ടവരെ, ലോകത്തിലെ ഏറ്റവും മനോഹരമായിരിക്കുന്ന കാഴ്ച എന്താണെന്ന് അറിയാമോ? ലോകത്തിലെ ഏറ്റവും സൗന്ദര്യപൂർണ്ണമായിരിക്കുന്ന കാഴ്ച എന്താണെന്ന് അറിയാമോ? ഞാൻ പറയാം. ഈ കാഴ്ചയാണ് 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള നട്ടുച്ചവയിൽ ഗോൽഗോഥ മലമുകളിൽ 2 കള്ളന്മാരുടെ മധ്യേ നടുക്കൊരു ക്രൂശ് മരത്തിൽ തൂങ്ങിക്കിടക്കുന്ന ഈ ക്രിസ്തു അത്രേ ലോകത്തിലെ ഏറ്റവും മനോഹരവും ഉദാത്തവുമായിരിക്കുന്ന കാഴ്ച. എന്തുകൊണ്ട്? ഞാൻ മരിക്കേണ്ടതിന് പകരം അത്രേ അവൻ മരിച്ചത്. എന്റെ പാപത്തിന്റെ ശിക്ഷ അത്രേ അവൻ ഏറ്റത്. പ്രിയപ്പെട്ടവരെ, സകല ലോകവും ദുഃഖത്തിൽ മുങ്ങിക്കിടക്കുന്നു. ഇതാ ഈ ഭൂമിയിലുള്ള സകല മനുഷ്യരുടെ ആരംഭകാലം മുതൽ ഒഴുകിയ കണ്ണുനീര് ഇന്ന് കൂട്ടിവെച്ചിരുന്നെങ്കിൽ നമുക്കൊരു മഹാസമുദ്രം സൃഷ്ടിക്കാമായിരുന്നു. വേണ്ട, ലോകത്തിന്റെ കാര്യം വിട്ട് നിന്റെ ജീവിതവും എടുത്തേ. നീ ഓർമ്മ വെച്ച നാൾ മുതൽ കരഞ്ഞു തീർത്ത കണ്ണുനീരെല്ലാം സൂക്ഷിച്ചു വെച്ചിരുന്നെങ്കിൽ ഒരു വേനൽക്കാലത്ത് നിന്റെ ടാങ്ക് നിറയാനുള്ള കണ്ണുനീര് കിട്ടുമായിരുന്നല്ലോ. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇതിന്റെയൊക്കെ കാര്യം? എന്താണ് മനുഷ്യരിങ്ങനെ ദുഃഖത്തിൽ കൂടെ കടന്നു പോകുന്നത്? കോടീശ്വരന്മാരും സിനിമാ നടന്മാരും നടിമാരും ആത്മഹത്യ ചെയ്യുന്നു. നേതാക്കന്മാരെന്താണ് നിരാശാമുഖമായിട്ട് നടക്കുന്നു. എന്റെ പ്രിയപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരെ ഘോരഘോരം പ്രസംഗിക്കുന്നല്ലാതെ അവരുടെ ആരുടെയും ഹൃദയത്തിൽ സമാധാനമില്ല. ഞങ്ങൾ അനുഭവിക്കുന്ന സമാധാനം അവർക്കില്ല. ഞങ്ങളുടെ സമാധാനം എന്താണ്? തീർന്നു പോകാത്ത സമാധാനം, ആർക്കും എടുത്തു കളയാൻ കഴിയാത്ത സമാധാനം, മരണത്തിന് ഞങ്ങളിത് മാറ്റിക്കളയാൻ കഴിയാത്ത സമാധാനം. നിങ്ങൾക്കും അത് വേണം. ഇതാണ് സുവിശേഷത്തിന്റെ ലക്ഷ്യം. എന്നാൽ നോക്കപ്രിയരെ, എന്തുകൊണ്ടാണ് യേശുക്രിസ്തു മരിക്കേണ്ടി വന്നത്? എന്തുകൊണ്ടാണ് ഭൂമി കണ്ണുനീരിൽ കൂടെ കടന്നു പോകേണ്ടി വന്നത്? ഞാൻ നിങ്ങളോട് പറയാം. പ്രിയപ്പെട്ടവരെ, മനുഷ്യന്റെ ചരിത്രം നിങ്ങൾ അറിയണം. കുരങ്ങ് രൂപാന്തരം ചെയ്ത മനുഷ്യരാകത്തില്ല. അങ്ങനെയാണെങ്കിൽ മക്കളില്ലാത്ത ദമ്പതിമാർ ഒരു കുട്ടിക്കുരങ്ങനെ എടുത്ത് വളർത്തിയ പോലെയോ? അവൻ ആ കുരങ്ങ് വളർന്നു വന്ന ഒരു കുഞ്ഞായിട്ട് തീരുമെങ്കിൽ അതുപോലെ ഈ പോഷത്വം വിശ്വസിക്കാൻ നമുക്ക് കഴിഞ്ഞു. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 10 വയസ്സുള്ള എന്നോട് ഞങ്ങളുടെ മലയാളം ടീച്ചർ പറഞ്ഞു, കുരങ്ങ് രൂപാന്തരം ചെയ്താണ് മനുഷ്യനുണ്ടായത്. എനിക്ക് ബൈബിൾ അറിയത്തില്ല, ഞാൻ ഹിന്ദു ആയിരുന്നു. എന്നാൽ 3.5 കിലോമീറ്റർ ഞാൻ ഏകനായിട്ട് നടന്നാണ് വീട്ടിൽ വരുന്ന 10 വയസ്സുള്ള കുട്ടി. എന്നാൽ ഈ 3.5 കിലോമീറ്റർ ഞാൻ അറിയാതെ ചിരിച്ചുപോയി കുരങ്ങ് രൂപാന്തരം ചെയ്ത മനുഷ്യൻ വരുമോ? എനിക്ക് ഭയങ്കര പോഷത്വമായിട്ട് തോന്നി. പക്ഷെ സത്യം എനിക്കറിയത്തില്ല. എങ്ങനെ മനുഷ്യനുണ്ടായെന്ന് ആരും ബൈബിൾ എന്നോട് പറഞ്ഞില്ല. എന്നാൽ ദൈവം ആദിയിൽ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചു. വചനത്താൽ സൃഷ്ടിച്ചു, വാക്കിനാൽ സൃഷ്ടിച്ചു. ഈ ആകാശവും ഭൂമിയും ഒരു നാൾ ഇവിടെ ഉണ്ടായിരുന്നില്ല. ദൈവം തന്റെ വചനത്താൽ ഈ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചു. അതിനുശേഷം എല്ലാ ജീവജാലങ്ങളെ സൃഷ്ടിച്ചിട്ട് അവസാനമായിട്ട് മനുഷ്യനെ തന്റെ രൂപത്തിലും സാദൃശ്യത്തിലും മണ്ണുകൊണ്ട് അവന്റെ പ്രതിമയുണ്ടാക്കിയത് ജീവശാസ്ത്രമൂതി ആദ്യത്തെ ഏകനായിരിക്കുന്ന പുരുഷനെ ദൈവം സൃഷ്ടിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു പുരുഷനെ സൃഷ്ടിച്ചിട്ടുള്ളൂ. ഇവിടെയുള്ള ക്രിസ്തീയ മതവിശ്വാസികളെല്ലാം പറയും അവര് പാപികളാ, ദൈവത്തിന്റെ മക്കളാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അറിവില്ലായ്മ പറയാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ മക്കളല്ല, നിങ്ങൾ ആദമിന്റെ മക്കളാണ്. ദൈവത്താൽ 6000 വർഷത്തെ ചരിത്രമേ ഭൂമിയിൽ മനുഷ്യനുള്ളൂ. 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട ഏക പുരുഷൻ, രണ്ടാമതൊരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ടില്ല. അവനെ സൃഷ്ടിക്കുമ്പോൾ അവനിൽ തന്നെ ദൈവം ഭാര്യയെ സൃഷ്ടിച്ചിരുന്നു. ആ ഏക പുരുഷനും ഏക ഭാര്യയുമായിട്ട് ഭാര്യയെ അവരിൽ വേർപെടുത്തി കൊടുത്തു. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഒരു ശരീരമായിട്ട് തീരുമെന്ന്. അമ്മയപ്പന്മാരെ തള്ളി ഒരു ശരീരമായിട്ട് തീരുമെന്ന്. ആ ഏക പുരുഷൻ വിശുദ്ധനും ദൈവത്തിന്റെ മകനുമായിരുന്നു. അവൻ ദൈവത്തോടു കൂടെ ഏതല്ലായിരുന്നു. എന്നാൽ ആ മനുഷ്യൻ പാപം ചെയ്ത നാളിൽ അവൻ ദൈവത്തിന്റെ കൽപ്പനയെ നിഷേധിച്ച് സാത്താനെ അപ്പനായിട്ട് സ്വീകരിച്ച് ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് സാത്താന്റെ ഇഷ്ടം ചെയ്യും വഴി പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്നേഹിക്കുന്നവരെ മാത്രമേ നമ്മൾ അനുസരിക്കത്തുള്ളൂ. യേശു ക്രിസ്തു പറയുന്നു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന കാത്തുകൊള്ളും. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ദൈവത്തെക്കാൾ ഉപരി സാത്താനെ ലോകത്തെ സ്നേഹിച്ചത് വഴി അവൻ ആത്മാവിൽ വിശുദ്ധിയിൽ മരിച്ച് സാത്താന്റെ സന്തതിയും പാപിയുമായിട്ട് നരകവിദ്യക്ക് യോഗ്യനായിട്ട് തീർന്നു. അയ്യോ, ഈ സാത്താന്റെ സന്തതിയായിരിക്കുന്ന പാപിയായിട്ട് തീർന്ന ദൈവത്തിന്റെ ശത്രുവായിരിക്കുന്ന ഒരേ ഒരു പുരുഷന്റെ രക്തത്തിൽ നിന്ന് എന്റെ കുഞ്ഞുങ്ങളെ നമ്മളെല്ലാം ജനിച്ചത്. പക്ഷെ
ഹിന്ദുക്കളായിപ്പോയി, ക്രിസ്ത്യാനികളായിപ്പോയി, കത്തോലിക്കലായിപ്പോയി. ഇതിനകത്ത് നമ്മൾ ഊറ്റം കൊള്ളുക, ഞങ്ങൾ ഇങ്ങനെയാണ് അങ്ങനെയാണ്. പക്ഷെ ദൈവത്തിന് മുമ്പിൽ പറയുന്നത് ഒരുത്തം പോലും നല്ലവരില്ല, ഒരുത്തം പോലും നീതിമാന്മാരില്ല, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ നാശത്തിൽ യോഗ്യരായിട്ട് തീർന്ന. എന്നിട്ട് നമ്മുടെ മതഭക്തി നമ്മൾ ആകർഷണ ഞാൻ വെളുത്തവനാണ്, കറുത്തവനാണ്, ഞങ്ങൾ ഉന്നത കുലജാതനാണ്. എന്തിനാണ് പ്രിയപ്പെട്ട? ദൈവത്തിന് മുമ്പിൽ എല്ലാ മനുഷ്യരും നരകാക്കിലേക്ക് ഒടുങ്ങിപ്പോവുകയാണ്. എന്നാൽ നോക്ക പ്രിയപ്പെട്ട, ഞാൻ പ്രസംഗം നിർത്തേണ്ടതിന് വേഗത്തിൽ പറയുകയാണ്. ഇങ്ങനെ 4000 വർഷം മനുഷ്യന്റെ ചരിത്രം കടന്നു പോവുകയാണ്. യാഗങ്ങളും ബലികളും കർമ്മങ്ങളും ആചാരങ്ങളും കഴിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിച്ചു. ദൈവം അത് പ്രസാദിച്ചോ? ഇല്ലതാനും. എന്നാൽ ദൈവം നിയമം വെച്ചത് എന്തിനാണെന്ന് അറിയാമോ? തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ യാഗം കഴിക്കുമ്പോൾ ആ യാഗത്തെ നിങ്ങൾ അംഗീകരിക്കുന്ന തെളിവാണ് കഴിഞ്ഞ കാലങ്ങളിലുള്ള ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും പഴയ നിയമത്തിലുള്ള യാഗങ്ങള്. എന്നാൽ പ്രിയപ്പെട്ട, ദൈവം അതിൽ പ്രസാദിച്ചുമില്ല. അങ്ങനെ ലോകാവസാനത്തിൽ ദൈവം തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ നമ്മുടെ പാപപരിഹാര ബലിയായിട്ട് അർപ്പിക്കപ്പെട്ടു. അതേപോലെ ഓരൊറ്റ പുരുഷന്റെ രക്തത്തിലാണ് സകല മനുഷ്യരും ഉണ്ടായി എല്ലാവരും നാശയോഗ്യരായിട്ട് തീർന്നെങ്കിൽ ലോകാവസാനമായിരിക്കുന്ന ഈ സമയത്ത് ദൈവത്താൽ ഇറക്കിവിട്ട ദൈവത്തിന്റെ ഏകജാതനായ പുത്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും പാപമോചനം സൗജന്യമായിട്ട് ലഭിക്കാൻ തക്കവണ്ണം ദൈവം അവനെ ജീവന്റെ പുതുവഴിയായിട്ട് നമുക്ക് അയച്ചിരിക്കുകയാണ്. അപ്പോൾ ക്രിസ്തീയ മതക്കാർ പറയും, ഞങ്ങൾ പിന്നെ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന അല്ല, നിങ്ങൾ യേശു ക്രിസ്തുവിനെ അറിഞ്ഞിട്ട് പോലുമില്ല. പ്രിയപ്പെട്ടവരെ, അവന്റെ ക്രൂശീകരണം നിങ്ങൾക്ക് അറിയത്തില്ല, അവന്റെ പാപമോചനം നിങ്ങൾക്ക് അറിയത്തില്ല. നിങ്ങൾ പാപികളും ദോഷികളുമല്ലയോ? അതേ, പാപികളും ദോഷികളും തന്നെ. നിങ്ങളുടെ പിതാക്കന്മാര് പാപികളും ദോഷികളുമല്ലേ? അതെ, അങ്ങനെ തന്നെ. നിങ്ങളുടെ പൂർവ്വപിതാക്കന്മാരും പുരോഹിതന്മാരും അന്നും ഇന്നും പാപികളാണെങ്കിൽ യേശു ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രയോജനം? ആ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കൊണ്ട് നിങ്ങളുടെ മതഭക്തിക്ക് എന്ത് പ്രയോജനം? പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഹിന്ദുക്കളായിരുന്നപ്പോഴോ എന്റെ പ്രിയ ഞാൻ പൂർണ്ണ ഭക്തിയോടെ ഹിന്ദു മതത്തെ അതിന്റെ ആചാരങ്ങളെ അനുഷ്ഠിച്ചു വന്നത്. രാഹുകാട്ടിയത് പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ വർഷത്തെ സമാധാനം ഈ വർഷം നഷ്ടപ്പെടുകയാണ്. ഉള്ളവർ വന്ന് പറയപ്പെട്ടവര്, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ആനന്ദം ഈ വർഷം നഷ്ടപ്പെടുകയാണ്, പ്രത്യാശ നഷ്ടപ്പെടുകയാണ്. യാഗങ്ങളും ബലികളും നോയമ്പുകളും അടിക്കടി നമ്മൾ എന്താണ് കൊണ്ടാടുകയാണ്. ഒരുത്തനും സമാധാനമില്ല. ഒരിടത്തും എന്താണ് സന്തോഷത്തിന്റെ ഒരു പ്രതിസ്ഫുരണം കാണുവാൻ ഒരു കണ്ണുകളിലും കാണുന്നതുമില്ല. അങ്ങനെ ഇരിക്കെ ലോകാവസാനമായിരിക്കുന്ന ഈ സമയത്ത് ദൈവം തന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ ഇവനാൽ എത്ര ലോകം സൃഷ്ടിക്കപ്പെട്ടത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവവചനമായിരിക്കുന്ന ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തു ലോകാവസാനത്തിൽ ഒരു മനുഷ്യനായിട്ട് പാപമില്ലാത്ത ഏക വ്യക്തിയായിട്ട് കന്യക ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കുന്നുള്ള ആ പ്രവചനത്തിനൊത്തവണ്ണം പുരുഷ രക്തം കൂടാതെ ഭൂമി ജനിച്ച ഏക പുരുഷൻ, അവനിൽ പാപമില്ല. ആ പാപമില്ലാത്ത രക്തത്തിന് മാത്രമേ നമ്മളെ കഴുകി ശുദ്ധീകരിക്കാൻ കഴിയത്തുള്ളൂ. അങ്ങനെ അവനൊരു മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും അവന്റെ അമ്മ മറിയോടും അവന്റെ വളർത്തപ്പൻ യോസഫിനും കൂടെ നമ്മൾ ഒരു മനുഷ്യനെ പോലെ അടങ്ങിപ്പാർത്തും. അവന്റെ അമ്മ പ്രസവിച്ച 6 മക്കൾ വേറെ വീട്ടിലുണ്ട്. യോസേ, യൂദാ, ശിമയോൻ, യാക്കോബ്, 2 സഹോദരിമാര്. അവരെ പോറ്റി പുലർത്തിക്കൊണ്ട് നമ്മൾ ഒരുവനെ പോലെ കൂലിപ്പണി ചെയ്തുകൊണ്ട് ഒരു മനുഷ്യൻ ദൈവ കൃപയിൽ എങ്ങനെ പാപം ചെയ്യാതെ ജീവിക്കാമെന്ന് നമുക്ക് തെളിയിച്ചു തന്നു. പാപം ഒഴികെ സകലത്തിന് നമുക്ക് തുല്യമായിട്ട് പരീക്ഷിക്കപ്പെട്ടവൻ അവനിതാ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ചതാണെങ്കിൽ ഒരു മനുഷ്യനായിട്ട് താഴ്ത്തപ്പെട്ടു. അവനിതാ അവിടെ ആ 6 കുഞ്ഞുങ്ങളെ 6 അനിയന്മാരെ അനിയത്തിമാരെ കൂടെ പരിപാലിച്ചുകൊണ്ട് 30 വർഷക്കാലം അവൻ അവന്റെ അമ്മയുടെ ആ കുടുംബത്തിൽ വീട്ടിൽ ജീവിച്ചു. ഒരു യഹൂദൻ 30 വയസ്സ് വരെ അമ്മയപ്പന്മാരെ അനുസരിക്കണം. അതിനുശേഷം അവന് സ്വാതന്ത്ര്യം തെരഞ്ഞെടുക്കാനുള്ള സമയമായിരുന്നപ്പോൾ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ പിതാവായി ദൈവം തന്റെ പുത്രനോട് കൽപ്പിച്ചിരുന്നു, നീ മനുഷ്യവർഗത്തിന് വേണ്ടി മരിക്കണമെന്നുള്ള ദൈവഹിത പ്രകാരം സ്വയം സമർപ്പിതമായിട്ട് അവൻ കാൽവറി ക്രൂശിലേക്ക് പോകുവാനുള്ള സമയമായപ്പോഴും അവനിതാ പാലസ്തീന്റെ തെരുവിതലിലേക്ക് ഇറങ്ങി പ്രസംഗിച്ചു. കാലം തികച്ചു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ നിങ്ങൾ മാനസാന്തരപ്പെടണം. പ്രിയപ്പെട്ടവരെ, അവന്റെ അടുക്കലേക്ക് നിരവധിയായിരിക്കും ആൾക്കാർ വന്നു. കുഷ്ഠരോഗികൾക്ക് സൗഖ്യം കിട്ടി. ഇതാ അന്ധന്മാര് കാണുന്നു, ചെകിടന്മാര് കേൾക്കുന്നു, മുടന്തുള്ളവര് നടക്കുന്നു, ഊമന്മാര് സംസാരിക്കുന്നു. അനേക പാപികൾക്ക് പാപമോചനം. പ്രിയപ്പെട്ട കർത്താവ് പറഞ്ഞാൽ നീതിമാന്മാരെ തേടിയല്ല. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് യേശുക്രിസ്തുവിന്റെ സമാധാനം കണ്ടെത്താൻ കഴിയും? നിങ്ങൾ നിങ്ങളെ തന്നെ നീതീകരിക്കുന്നവരാ. കർത്താവ് പറഞ്ഞു, രോഗികൾക്കല്ലയോ വൈദ്യനെ കൊണ്ട് ആവശ്യം, ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയത്രേ ലോകത്തിലേക്ക് വന്നത്. നാം എല്ലാം പാപികളായിട്ട് നമ്മൾ നീതിമാന്മാരെ നേടുന്നത് കൊണ്ട് നമുക്ക് ആ വൈദ്യന്റെ എണ്ണ സമാധാനം കിട്ടുന്നില്ല. എന്നാൽ അവന്റെ അടുക്കലേക്ക് വന്ന പാപികളൊക്കെ സമാധാനം കൈക്കൊണ്ടു. ആ യേശുക്രിസ്തു മുമ്പോട്ട് പോകാൻ ഞാൻ വേഗം എന്റെ പ്രസക്തി നിർത്തുകയാണ്. എന്നാൽ നോക്ക് പ്രിയപ്പെട്ടത്, ഇനിയുള്ള ഭാഗം അല്പം കൂടെ വ്യക്തതയോടെ കേട്ടുകൊള്ളുവിന്. ആരുടെ ഹൃദയം കഴിക്കേണ്ട, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ഞങ്ങളെ അയച്ചിരിക്കുകയാണ്. അതേ പ്രിയപ്പെട്ടത്, നിങ്ങളെ തള്ളുന്നവൻ എന്നെ തള്ളുന്നു, എന്നെ തള്ളുന്നവൻ എന്നെ അയച്ച പിതാവിനെ തള്ളുന്നു. സുവിശേഷത്തെ തള്ളിക്കളഞ്ഞ ഏതെങ്കിലും കുടുംബത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടത്, ഞാനും 13 വർഷം എന്റെ പ്രിയപ്പെട്ടവരെ 13 വർഷം ഞാൻ എന്താണ് ഭയങ്കരമായിരിക്കുന്ന തടവറയിൽ കൂടെ കടന്നുപോയവൻ. ജയിലിൽ കടന്നല്ല, എന്റെ ജീവിതം ദുസ്സഹമായിരുന്നു. എനിക്ക് 21 വയസ്സുള്ളപ്പോൾ റാന്നി ബസ് സ്റ്റാൻഡിൽ കൂടെ ഒരു പാവപ്പെട്ട ഉപദേശി ഈ സുവിശേഷം
പറഞ്ഞിട്ട് എനിക്ക് സുവിശേഷ പ്രതിയെന്ന ഞാൻ ആരാ മോനെ? അത് ചുരുട്ടിക്കൂട്ടി അദ്ദേഹത്തിന്റെ മുമ്പിൽ ചെറുതി കളഞ്ഞ അഹങ്കാരിയും പാപിയുമായിരുന്ന മനുഷ്യനാ. പിന്നെ നീണ്ട 13 വർഷം കഠിനമായിരിക്കുന്ന ഇരുട്ടിൽ കൂടെ ഞാൻ കടന്നുപോയി. ഉപജീവന മാർഗം കടം കയറി നശിച്ചു. അനവധി നിരവധിയായിരിക്കുന്ന പാപത്തിൽ കൂടെ ഞാൻ കടന്നുപോയി. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവസാനം ആത്മഹത്യയുടെ മുൻപിൽ വന്നപ്പോഴും കർത്താവ് പറഞ്ഞു, കുഞ്ഞെ നീ മരിക്കണ്ട, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന്. ഇത്ര സ്നേഹവാനായിരിക്കുന്ന കർത്താവിനെ തള്ളിക്കളില്ലേ പ്രിയപ്പെട്ടവരെ? സുവിശേഷം തള്ളി നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ നാശം നിങ്ങൾ കാണുവാൻ ഇടവരാതിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ. എന്നാൽ നോക്കുവിന് ആ യേശുക്രിസ്തു ആ 3.5 വർഷക്കാലം ഈ ശുശ്രൂഷകൾ ചെയ്തതിനു ശേഷം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിക്കുന്ന നാളില്, അല്ലെങ്കിൽ മനുഷ്യൻ പാപം ചെയ്ത നാൾ മുതൽ കുഞ്ഞാട് അറക്കപ്പെടണമെന്നുള്ള പിതാവിന്റെ ഇഷ്ടപ്രകാരം അവൻ കാൽവരി ക്രൂശിലേക്ക് നമ്മുടെ പാപം ചുമന്ന് കയറി പോകുമ്പോൾ ആ പെസഹ ദിവസം ഗെത്സമന തോട്ടത്തിൽ അവൻ പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കിക്കളയണമേ, എങ്കിലും എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് തന്റെ ശരീരത്തെ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായിരിക്കുന്ന യാഗം എന്താണ്? യഥാർത്ഥമായിരിക്കുന്ന ആരാധന എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഇഷ്ടങ്ങളെ, നമ്മുടെ ശരീരങ്ങളെ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വിധേയപ്പെടുത്താതെ ദൈവത്തിന്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി വിധേയപ്പെടുന്നതാണ് യഥാർത്ഥമായിരിക്കുന്ന ആരാധന. യഥാർത്ഥമായിരിക്കുന്ന ആരാധന യേശുക്രിസ്തു ആ ഗെത്സമന തോട്ടത്തിൽ നമുക്ക് കാണിച്ചു തന്നു. അങ്ങനെ തന്റെ ശരീരത്തെ യാഗം കഴിച്ചപ്പോഴോ തന്റെ 12ാമനായിരിക്കുന്ന ശിഷ്യൻ യൂദാ ഇസ്കര്യോത്ത് 30 വെള്ളിക്കാശിന് അവന് ഒറ്റുകൊടുത്തവന് അവനെ ദൈവത്തെ പന്തങ്ങളുമായിട്ട് ആ മഹാപുരോഹിതന്മാരും ചേകന്മാരും റോമൻ പടയാളികളും ചേർത്ത് അവനെ പിടിച്ച് രാത്രികാലം മഹാപുരോഹിതനായിരിക്കുന്ന കയ്യഫാവിന്റെ മുമ്പിൽ എത്തുന്നു. ആ കയ്യഫാവ് മഹാപുരോഹിതൻ അവനെ വിസ്തരിക്കാൻ അവനൊരു പുരോഹിതനാണ്. ഏതാണ്? ക്രിസ്തുവിനെ അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. ഈ യേശുവിനെ ക്രിസ്തുവായിട്ട് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തുവോ? അതേ, ഞാനാകുന്നു. അവരെന്താണ്? അവർക്ക് സഹിച്ചുകൂടാഞ്ഞിട്ട് ഇവൻ മരണയോഗ്യനാണ് നേരിട്ട് പറഞ്ഞുകൊണ്ട് പുരോഹിതന്മാർ ജനത്തോട് ചോദിച്ചു, നിങ്ങൾ എന്ത് പറയുന്നു? ജനങ്ങളും പറഞ്ഞു. അതായത് യെശയ്യാവ് മുതലായിരിക്കുന്ന ആ പ്രവാചകന്മാർ പറഞ്ഞിരുന്നു ക്രിസ്തു ഇങ്ങനെ കഷ്ടം സഹിച്ച് മരിക്കണമെന്ന് പറഞ്ഞെങ്കിലും ആ കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കാനുള്ള പ്രവചനം ഉണ്ടെങ്കിലും അവരിത് വായിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ടെങ്കിലും പുരോഹിതന്മാരുടെ പോഷത്വത്തിന് അവർ കൂട്ടിയിരുന്നു. ദൈവത്തെക്കാൾ ഉപരി പുരോഹിതന്മാരെ അവർ നിങ്ങളെ പോലെ ഭയപ്പെട്ടവരാ. അവരുടെ മാനം ദൈവത്തിന്റെ മാനത്തെക്കാൾ ഉപരി ഇവരുടെ മാനം സ്വീകരിച്ചവരാ. അവർ പറഞ്ഞു അവനെ കൊല്ലണം എന്ന് പറഞ്ഞു. എന്നാൽ കൊല്ലുവാനുള്ള അധികാരം ഇല്ലാതിരുന്നത് കൊണ്ട് റോമൻ കൈസരുടെ നാട് വഴിയായിരുന്ന പിലാത്തോസിന്റെ മുമ്പിൽ എത്തുമ്പോഴേ പിലാത്തോസ് അവനെ നിരവധിയായിരിക്കുന്ന ജാതീയനായിരിക്കുന്ന ക്രൂരനായിരിക്കുന്ന റോമക്കാരനായിരിക്കുന്ന പിലാത്തോസ് അവനെ രക്ഷിക്കാൻ ആശിച്ചിട്ടും സ്വന്തം ജനമായിരിക്കുന്ന യഹൂദന്മാർ പറഞ്ഞു അവനെ ക്രൂശിക്കണം, അവനെ കൊല്ലണമെന്ന് ഘോഷിച്ചു. പ്രിയപ്പെട്ടവരെ, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല. നിങ്ങൾക്കറിയാമോ, ഞങ്ങൾ സുവിശേഷം കേരളം മുഴുവൻ അറിയിക്കുന്നവന്, ഞാൻ എല്ലാവരുടെയും അടുക്കൽ മുസ്ലിങ്ങളുടെ നടുക്കും ഹിന്ദുക്കളുടെ നടുക്കും ക്രിസ്ത്യാനിയുടെ നടുക്കും പ്രസംഗിക്കുന്നവനാ. പക്ഷേ പ്രിയപ്പെട്ട, ഞങ്ങൾ ഏറ്റവും കൂടുതൽ എതിർത്തത് ക്രിസ്തീയ മതവിശ്വാസികളാണ്. കത്തോലിക്കരാ ഞങ്ങളെ കല്ല് വലിച്ചെറിഞ്ഞത്, കത്തോലിക്കരായി എന്നെ എന്നും ചീത്ത വിളിക്കുന്ന അവരാണ് സുവിശേഷം കേട്ടിട്ട് യഹൂദന്മാരെ പോലെ നിങ്ങളും നശിച്ചു പോകുന്നത്. എന്തൊരു പ്രിയപ്പെട്ടവരെ! എന്നാൽ കേട്ടുകൊള്ളുവിന്, ആ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ആ ക്രൂശിലേക്ക് കൊണ്ടുപോകാനായിട്ട് പീലാത്തോസ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴേ ആ പീലാത്തോസ് അല്പം വെള്ളമെടുത്ത് കൈ കഴുകി, ഇനി സത്യയോടെ കേട്ടേ, അപ്പന്മാരെ മക്കളെ സ്നേഹിക്കുന്നവരെല്ലാം കേട്ടോണേ, മക്കളെ അല്പമെങ്കിലും സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ സുവിശേഷം ചെവി തുറന്ന് കേട്ടോണേ. പ്രിയപ്പെട്ടവരെ, ആ പിലാത്തോസ് വെള്ളമെടുത്ത് കൈ കഴിയിട്ട് പറഞ്ഞു, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ലെന്ന് പറഞ്ഞപ്പോൾ യഹൂദന്മാർ ഒരു കാര്യം പറഞ്ഞു, ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നുകൊള്ളട്ടെ എന്നാണ്. ഇന്നേക്ക് ഏതാണ്ട് 2025 വർഷം മുമ്പ്, പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം ആ 1400 യഹൂദന്മാരെ ഹമാസുകാർ വന്ന് നിഷ്കരണം കഴുത്തറുത്ത് കൊന്നതിന്റെ ഉത്തരവാദി ഹമാസ് അല്ല പ്രിയപ്പെട്ടവരെ. 2023 വർഷങ്ങൾക്ക് മുമ്പ് അപ്പന്മാര് ചോദിച്ച് മേടിച്ച ശാപമാ. ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നുകൊള്ളട്ടെ. ഞാൻ ചോദിക്കട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മൾ സുവിശേഷത്തെ തള്ളുമ്പോൾ ശാപം സ്വയം ചോദിച്ച് മേടിക്കാറുണ്ട്. എന്നാൽ ഞങ്ങളുടെ മക്കൂടെ ശാപം വേണം ചോദിച്ച ഒരു പോഷ ജനമുണ്ടെങ്കിൽ യഹൂദന്മാരെ. നിങ്ങൾ വിചാരിക്കുന്ന അവരെന്തോ നല്ലതാണെന്ന്? അവർ അബ്രഹാമിന്റെ സന്തതി ആയതുകൊണ്ട് ദൈവം ഭൗതികമായിരിക്കും നന്മകൾ കൊടുത്തെങ്കിലും യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത് വഴി ദൈവത്തിന്റെ 1-ാം നമ്പർ ശത്രുവാണ് യഹൂദന്മാര്. പെന്തക്കോസ്ത് പാസ്റ്റർമാര് വരെ ഇപ്പം കർത്താവിനെ വിട്ട് യഹൂദന്മാരെ പ്രസംഗിക്കുന്ന പോഷത്വത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് മ്ലേച്ഛതയാണ്, പോഷത്വമാണ് യേശുക്രിസ്തുവിനെ എത്ര ഞാൻ പ്രസംഗിക്കുന്നത്. എന്നാൽ നോക്ക് പ്രിയപ്പെട്ടവരെ, ആ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ആ പീലാത്തോസ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴേ ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നുകൊള്ളട്ടെ എന്ന് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്നറിയാമോ? എടാ, ഇവൻ ആ മറിയയുടെ സന്തതി അല്ലയോ? ഇവൻ ഞങ്ങളുടെ രാജാവായിട്ട് തീരുന്ന എങ്ങനെ? അവൻ ചത്തുപോയി ഞങ്ങൾക്ക് ഒരു ചുക്കുമില്ലെന്ന നാടൻ ഭാഷ. പ്രിയപ്പെട്ടവരെ, 2-ാം ലോകമഹായുദ്ധ കാലത്ത് 60 ലക്ഷം യഹൂദന്മാരെ ഹിറ്റ്ലർ ഗ്യാസ് ചേമ്പറിൽ തെരഞ്ഞു പിടിച്ച് കത്തിച്ച് കളയുമ്പോൾ അതിന്റെ ഉത്തരവാദി അപ്പന്മാരാ. ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നുകൊള്ളട്ടെ. AD 70 ഒരു ശത്രു രാജാവ് വന്നിട്ട് യെരുശലേം ദേവാലയം ചുട്ട് കളഞ്ഞിട്ട് കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർത്ത് കളഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട യെരുശലേമിലെ പട്ടണത്തിൽ നിന്ന് തീ കൊടുത്തിയപ്പോൾ തീ കെടുത്തത് വെള്ളം ഒഴിച്ചല്ല, 11 ലക്ഷം യഹൂദന്മാരുടെ ചോര കൊണ്ട് യഹൂദ നഗരം മുങ്ങിപ്പോയി. കാരണം എന്ത്? ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നുകൊള്ളട്ടെ. അപ്പന്മാരെ, നിങ്ങളുടെ മക്കൾ നശിച്ചു പോകാൻ കാര്യം എന്താണ്? എന്നാണ് നീ സുവിശേഷത്തെ തള്ളിയത്? അല്ലെങ്കിൽ പുരോഹിതന്മാരുടെയും വ്യക്തമായിരിക്കുന്ന വാക്കുകൾ കേട്ട് ഞങ്ങളെ പോലുള്ള സുവിശേഷകന്മാരെ വീട്ടിൽ കയറ്റാൻ നിങ്ങളുടെ പുരോഹിതന്മാർ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, എവിടെയാണ് നിങ്ങൾക്ക് പിഴച്ചത്? സത്യ സുവിശേഷത്തെ തള്ളിക്കൊണ്ട് നിങ്ങൾക്ക് പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത വ്യർത്ഥ മതവിശ്വാസത്തിൽ കഴിയുന്നതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്താണ് മദ്യപാനത്തിലാണ്, ഡൈവോഴ്സുകളിലാണ്, അനവധി നിരവധിയായിരിക്കും ദൈവമല്ലാതെ ആരാധിച്ചുകൊണ്ട് നരകത്തിലേക്ക് പോകുന്നു. ഉത്തരവാദി ആരാണ്? നിങ്ങളെ തടഞ്ഞ പുരോഹിതനല്ല, നീ തന്നെയാണ്. അനുസരിപ്പാൻ യോഗ്യ
യോഗ്യനായിരിക്കുന്ന നീ അവരെ ദൈവത്തെക്കാൾ ഉപരി ഇവരെ ബഹുമാനിച്ചതുകൊണ്ട് സത്യത്തെ തള്ളിക്കളഞ്ഞു ബൈബിളൊട്ട് വായിക്കാറുമില്ല. എന്നാൽ യേശുക്രിസ്തുവിനെ ക്രൂശിപ്പാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ കണ്ടോ, എല്ലാവരും കേട്ടോണേ, നിന്നോടുള്ള ദൈവത്തിന്റെ അഗാധമായിരിക്കുന്ന സ്നേഹം ഇതാണ്. നോക്ക് പ്രിയപ്പെട്ടവരെ, പടയാളികൾ മുള്ളുകൊണ്ടൊരു കിരീടം അടഞ്ഞ് അവന്റെ തലയിൽ വെച്ചിട്ട് അവന്റെ മുമ്പിൽ മുഴങ്കാലം മടക്കി അവനെ നമസ്കരിച്ച് അവന്റെ മുഖത്ത് തുപ്പി യഹൂദന്മാരുടെ രാജാവെ ജയ ജയ എന്ന് പറഞ്ഞ് അവന്റെ കണ്ണത്തടിക്കുമ്പോഴേ പ്രിയപ്പെട്ടവരെ, ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച ദൈവപുത്രൻ മനുഷ്യരുടെ വായിലെ തുപ്പിലേക്കാൻ തക്കവണ്ണം തന്നെ താൻ താഴ്ത്തിയല്ല. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ജനിച്ച് നരകത്തിൽ നിന്ന് കയറി വന്ന് നരകത്തിലേക്ക് ഒടുങ്ങിപ്പോകുന്ന നമ്മുടെ അഹങ്കാരം എന്താ? ഞാൻ എന്നെ കൊണ്ട് വിധിച്ചാ പറയുന്നത്. എന്തോ ഒരു അഹങ്കാരം നമുക്ക് ദൈവത്തെക്കാൾ ഉന്നതന്മാരാണെന്നാണ് എന്റെ വിചാരം, നിങ്ങളുടെയും വിചാരം. എന്നാൽ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച അവന്റെ താഴ്മ കണ്ടോ? യേശുക്രിസ്തുവിനുള്ള താഴ്മയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടത്. അവൻ നമുക്ക് വേണ്ടി അടിയേറ്റു, തുപ്പലേറ്റു. എന്നിട്ടോ പ്രിയപ്പെട്ടവരെ, അവന്റെ ശരീരത്തിൽ ഓരോ വട്ടവും ചാട്ടവാറ് വീശി അടിക്കുമ്പോഴൊക്കെയും അവന്റെ ശരീരത്തിലെ മാംസകഷ്ടങ്ങൾ ഓരോന്നും ചെതറിപ്പോവുകയാണ്. അവൻ ഓരോ വട്ടം അടിയേക്കുമ്പോഴും നിനക്ക് വേണ്ടിയിട്ട് അവന് നിന്നെ ഓർത്തിട്ട് അവൻ അടിയേറ്റത്. കാരണം അടി നിന്റെ മേൽ വീഴേണ്ടിയ നീ ആ പാപം ചെയ്തത്. എന്നാൽ യേശുക്രിസ്തു ഓരോ വട്ടം അടിയേൽക്കുമ്പോൾ നിന്റെ മേൽ വീഴേണ്ടിയ ഓരോ അടി അവന്റെ മേൽ വീഴുകയാണ്. പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ എന്റെ ഇതിന്റെയും പാപത്തിന്റെ ശിക്ഷ ദൈവകോടതി പുത്രന്റെ മേൽ ചുമത്തുകയാണ്. എന്നിട്ടോ അവൻ എടുപ്പാൻ കഴിയാത്തവണ്ണം ഭാരമേറിയ ഒരു മരക്കുരിശും ചുമലിലേറ്റിക്കൊണ്ട് അവൻ ഗോൽഗോഥാ മലമുകളിലേക്ക് പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ടത്, ഇന്നും കുരിശ് രൂപത്തിൽ നിങ്ങൾക്ക് എന്താണ് വലിയ സന്തോഷമാണ്. അതിനെ നിങ്ങൾ ചുംബിക്കുന്നുണ്ട്. ഇന്നും യേശുക്രിസ്തുവിനേക്കാൾ ഉപരി കുരിശാണ് നിങ്ങൾക്ക് ഇഷ്ടം. പ്രിയപ്പെട്ടവരെ, യെശയ്യാവ് 700 വർഷങ്ങൾക്ക് മുമ്പ് വിളിച്ചു പറഞ്ഞു, സാക്ഷാൽ നമ്മുടെ ഭാരങ്ങളെ ചുമന്നുകൊണ്ട് അവൻ ക്രൂശിന്മേലേക്ക് കയറി. നമ്മുടെ ഓരോരുത്തരുടെയും പാപത്തിന്റെ ചുമട യേശുക്രിസ്തു ചുമന്നുകൊണ്ടുപോയ മരക്കുരിശ് അതൊരു നല്ല സാധനമല്ല. നിന്റെ പാപത്തെയാണ് ഇന്നും കുരിശിനെ ചുംബിക്കുമ്പോൾ നിന്റെ സ്വന്തം പാപത്തെയാണ് ചുംബിക്കുന്നത്. അത് നിന്റെ തോളിലും പുരോഹിതന്റെ വസ്ത്രത്തിലും തലപ്പാവിലും അംശവടിയിലും വെച്ച് അതിനെ ചുംബിക്കുമ്പോൾ നിന്റെ സ്വന്തം പാപത്തെ ചുംബിക്കുന്നത് വഴി നീ യേശുക്രിസ്തുവിന്റെ ക്രൂശിനെ വീണ്ടും വീണ്ടും പരിഹസിക്കുകയാണ്. എന്നിട്ടോ നമ്മുടെ പാപഭാരമായിരിക്കുന്ന കഴുകുമരം ചുമന്നത് വഴി അതേ കഴുകുമരത്തിൽ 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ അവൻ നട്ടുച്ചവയിൽ തൂങ്ങിക്കടന്നുകൊണ്ട് എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടെന്ന് ചോദിക്കുമ്പോൾ യേശുക്രിസ്തു അനുഭവിച്ച ഏറ്റവും ഭയങ്കരമായിരിക്കുന്ന വേദന എന്താ നിങ്ങൾക്കറിയാമോ? പ്രിയപ്പെട്ടവരെ, അവനെ അടിച്ചതോ തുപ്പിയതോ അല്ല അവന്റെ വേദന. ലോകാരംഭത്തിന് മുമ്പേ യേശുക്രിസ്തുവും ക്രിസ്തുവും പിതാവും ഒന്നായിരുന്നു. അവർ തമ്മിൽ വേർപിരിഞ്ഞിട്ടില്ല. എന്നാൽ ക്രൂശിൽ വെച്ച യേശുക്രിസ്തു വേർപിരിയപ്പെട്ടു. ആ പുത്രത്വം അവന് നഷ്ടപ്പെട്ടു. പിതാവായ ദൈവത്തിന്റെ സ്നേഹത്തിൽ അവൻ വേർപിരിക്കപ്പെട്ടു. പിതാവും പുത്രനും ഡൈവോഴ്സ് ആക്കപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഇതാണ് യേശുക്രിസ്തുവിന്റെ വേദന. ഇപ്പോൾ ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്നത് ദൈവപുത്രനായിരിക്കുന്ന ക്രിസ്തുവായിട്ടല്ല, നമ്മുടെ പാപങ്ങളെ ചുമന്നൊഴിക്കുവാൻ നമ്മുടെ പാപങ്ങളെ ചുമന്ന വെറും ഒരു മനുഷ്യനായിട്ട്, നിനക്ക് പകരക്കാരനായിരിക്കുന്ന നിസ്സഹായനായിരിക്കുന്ന ഒരു മനുഷ്യനായിട്ട് തന്നെ താൻ തട്ടി അവൻ ക്രൂശിൽ തൂങ്ങിക്കിടക്കുകയാണ്. നമ്മുടെ പാപത്തിന്റെ ശിക്ഷ ഏൽക്കുന്ന ഒരു പാപിയായിരിക്കുന്ന മനുഷ്യന് തുല്യമായിട്ട് അവൻ കിടക്കുകയാണ്. സ്വർഗത്തിലിരിക്കുന്ന പിതാവ് ഇപ്പോൾ പിതാവിന്റെ സ്നേഹം വിട്ടുകളഞ്ഞ് നമ്മുടെ പാപത്തിന്റെ ശിക്ഷ വിധിക്കുന്ന ഒരു ജഡ്ജിയായിട്ട് അവൻ മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ക്രൂശിൽ കിടക്കുന്ന ഒരു മനുഷ്യനാണ്. ആ സ്വർഗത്തിലിരിക്കുന്ന പിതാവല്ല, അവൻ ജഡ്ജിയാണ്. അവിടെ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം വേർപെട്ടതാണ് പുത്രനെ നിലവിളിയിലേക്ക് കൊണ്ടുവന്നത്. ആ യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ കണ്ടോ, തിരുശീല മുകൾ തൊട്ട് താഴെ വരെയും കീർന്നത് കണ്ടോ? എന്റെ പ്രിയപ്പെട്ട ശലോമോൻ ആലയം പണിഞ്ഞിട്ട് അവനെന്താണ് 1,20,000 ആടുകളെ അറുത്തിട്ടും തിരുശീല കീറിയില്ല. ദൈവവും മനുഷ്യൻ നമ്മുടെ ശത്രുത്വം മാറിപ്പോയില്ല. എന്നാൽ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ ആ തിരുശീല കീറിപ്പോയിട്ട് ദൈവത്തിന് നമുക്ക് മുഖാമുഖം കാണുവാൻ തക്കവണ്ണം ഇതാ ദൈവത്തിന് നമ്മുടെ ശത്രുത്വം മാറി സ്വർഗം നമുക്ക് വേണ്ടി സൗജന്യമായിട്ട് തുറന്നത് വഴി ഇനി യാഗമില്ല, ബലികളില്ല, കർമ്മങ്ങളില്ല, ആചാരങ്ങളില്ല, വഴിപാടുകളില്ല, നോയമ്പുകളില്ല. ഇതെല്ലാം ചെയ്യുന്നവർ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് കുറ്റക്കാര്. ഇനി യേശുക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്ന് വിശ്വസിക്കുന്ന ഏവർക്കും പാപമോചനം സൗജന്യമാണ്. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു മരിച്ചോട് യാഗം നിർത്തലാക്കിയത് വഴി പൗരോഹിത്യമില്ല. ഒരു മതത്തിന്റെ ഒരു പുരോഹിതന്മാരെ നിങ്ങളെ വഞ്ചിക്കല്ലേ. നിങ്ങളുടെ പണം നിങ്ങൾ ചെലവഴിക്കുന്നത് എന്തിന്? അപ്പമല്ലാത്തതിന് ദ്രവ്യവും നിങ്ങൾക്ക് തൃപ്തി വരുത്താൻ കഴിയാത്തതിന് നിങ്ങളുടെ പ്രയത്നം പോലും ചെലവിടുന്നതിന്. അങ്ങനെ അടിയേറ്റ് തകർക്കപ്പെട്ടവനായിരിക്കുന്ന ക്രിസ്തു നമ്മുടെ പാപപരിഹാര ബലിയായിട്ട് മരിച്ചപ്പോൾ ശത്രുത്വം നീങ്ങി തിരശ്ശീല കയറി സ്വർഗം നമുക്ക് വേണ്ടി സൗജന്യമായിട്ട് തുറക്കപ്പെട്ടു. എന്ന് മാത്രമല്ല, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറക്കപ്പെട്ടു, അനേക വിശുദ്ധന്മാർ എഴുന്നേറ്റ് വന്നു. അന്ന് വരെ മരണത്തിന്റെ അധികാരം സാത്താന്റെ കരങ്ങളിലായിരുന്നു. എന്നാൽ യേശുക്രിസ്തു ക്രൂശിൽ മരിക്കുമ്പോൾ മരണാധികാരിയായിരുന്ന സാത്താന്റെ അധികാരങ്ങളെ തകർത്ത് കളഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ യേശുക്രിസ്തു തിരികെ വാങ്ങി. അവൻ മരിച്ചു, അവൻ അടക്കപ്പെട്ടു. എന്നാൽ ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് 3-ാം ദിവസം അവർ ഉയർത്തെഴുന്നേൽപ്പിച്ചത് വഴി പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നിഷേധിച്ചാലും തല്ലിയാലും ഓടിച്ചാലും സത്യം പറയാം, യേശുക്രിസ്തു മടങ്ങി വരും. യേശുക്രിസ്തു ഭൂമിയുടെ ഏകാധിപതിയായിട്ട് സകല മുഴങ്കാലവന്റെ മുമ്പിൽ മടങ്ങത്തക്കവണ്ണം ആകാശത്തിലും ഭൂമിയിലും സകല അധികാരമുള്ളവനായിട്ട് മടങ്ങി വരുമ്പോൾ അവന്റെ മുമ്പിൽ നിൽപ്പാൻ നിങ്ങൾ യോഗ്യത നേടണമെങ്കിൽ പാപമോചനം നേടണം. പാപികൾക്ക് നരകമാണ് വിധിച്ചിരിക്കുന്നത്. പാപിയായിരിക്കുന്ന ഈ പാപമോചനം നേടുവാൻ ക്രിസ്തു തന്റെ രക്തം ചൊരിഞ്ഞിരിക്കുന്നു. ആകയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെടണം. എന്താണ് ഈ മാനസാന്തരം? കള്ളുകുടിയൻ കള്ളുകുടി നിർത്തുന്നത് അതൊന്നും മാനസാന്തരമല്ല പ്രിയപ്പെട്ടവരെ. യഥാർത്ഥമായിരിക്കുന്ന മാനസാന്തരം ഇന്നേ വരെ നിങ്ങൾക്ക് പാപമോചനം നൽകി തരുവാൻ കഴിയാത്ത, രാഘാട്ടിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയാത്ത നിന്റെ പിതൃപാരമ്പര്യങ്ങളെയും മതഭക്തികളെയും തള്ളിക്കളഞ്ഞ് സ്വർഗം വിട്ടിറങ്ങി വന്ന ഈ യേശുക്രിസ്തുവിനെ ഏകരക്ഷകനും ഏക കർത്താവും ഏക ദൈവമായിട്ട് അംഗീകരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവുന്നുള്ള ദൈവപ്രമാണത്തിലേക്ക് വരുന്നതാണ് മാനസാന്തരം. ആരാധനയ്ക്ക് യോഗ്യൻ ക്രിസ്തു മാത്രമേ ഉള്ളൂ. അവൻ മാത്രമേ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ളൂ. അവൻ മാത്രമേ സ്വർഗത്തിലേക്ക് കയറിപ്പോയിട്ടുള്ളൂ, വീണ്ടും വരികയുള്ളൂ. അങ്ങനെ മാനസാന്തരപ്പെടുന്ന വ്യക്തി പാപമോചനത്തിന് വേണ്ടി സ്നാനം വെക്കണം. ആ
സ്നാനത്തെ എതിർക്കുന്നവരെല്ലാം സാത്താന്റെ ഏജന്റുമാരാണ്. അതേ ഈ സ്നാനത്താൽ അല്ലാതെ പാപമോചനമില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപമോചനത്തിനായിട്ട് സ്നാനമേൽപ്പേൻ, അപ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്ക് വരും. പൗലോസ്ലീഹ ഇങ്ങനെ പറയുന്നു, ദൈവം ഒരുവനേ ഉള്ളൂ, ദൈവത്തിന് മനുഷ്യർക്കും ഇടയിൽ ഏക മധ്യസ്ഥനേ ഉള്ളൂ. നമ്മുടെ പാപത്തിന് പരിഹാര ബലിയായിട്ട് തന്റെ പ്രാണനെ വിട്ടുകൊടുത്ത മനുഷ്യനായ യേശുക്രിസ്തു. അതേ പ്രിയപ്പെട്ടവരെ, മാനസാന്തരപ്പെട്ട് സ്നാനമേൽക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനെ കിട്ടും. ഈ ആത്മാവാണ് നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അല്ല പ്രിയപ്പെട്ടവരെ, ഞാൻ അത് പ്രാപിച്ചവൻ, അതുകൊണ്ടില്ലേ പ്രസംഗിക്കുന്നത്, അതുകൊണ്ടില്ലേ നിങ്ങളോട് എനിക്ക് സ്നേഹമുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രത്യാശ എന്താണെന്നറിയാമോ? ഇന്നാണ് ഞാൻ മരിക്കുന്നതെങ്കിൽ, ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ ദ്രവിച്ചു പോകുന്ന ശരീരം മാറ്റി തേജസ്സും തടക്കമരുന്നുമായിരിക്കുന്ന ഒരു പുതിയ ശരീരം തന്ന് 1000 വർഷം ഞങ്ങൾ യേശുക്രിസ്തുവിനോട് കൂടെ ഭൂമിയിൽ വാഴും. 1000 ആണ്ടിന് ശേഷം ലോകം അവസാനിക്കുമ്പോൾ ഞങ്ങൾ സ്വർഗത്തിലേക്ക് പറന്നു പോകും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളും വരണം, നിങ്ങളെല്ലാവരും വരണം. അമ്മയപ്പന്മാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളും കുട്ടികളും ഉൾപ്പെടെ പുരോഹിതന്മാരെ, നിങ്ങളുടെ ജനങ്ങളുമായിട്ട് ചേർന്ന് നിങ്ങളെല്ലാവരും ക്രിസ്തുവിൽ എന്നേക്കും ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ സുവിശേഷം പ്രസംഗിക്കാൻ നിങ്ങൾ ഇങ്ങനെ കേൾക്കുന്നത്, കേൾക്കാതെ എങ്ങനെ വിശ്വസിക്കുന്നത്, വിശ്വസിക്കാതെ എങ്ങനെ വിളിച്ചപേക്ഷിക്കുന്നത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, കണ്ണുനീരോട് കാര്യം കൂടെ പറഞ്ഞെങ്കിൽ നിർത്തിയേക്കാം. നിങ്ങൾ ഇതിനെ തള്ളി ഉന്നത ഭാവവും നഗലഹൃദയവും മതഭക്തിയും പാരമ്പര്യവും കൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ, അടക്കപ്പെടുന്നെങ്കിൽ, ഇന്നാണ് യേശുക്രിസ്തു മടങ്ങി വരുന്നെങ്കിൽ ഇന്നേക്ക് 1000 ആണ്ട് തികയുന്ന ലോകം അവസാനിക്കുമെന്നും. അന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, എന്റെ പ്രസംഗം കേട്ട നിങ്ങൾ ഓരോരുത്തരും മാനസാന്തരപ്പെടാതെ മരിച്ചാൽ, ക്രിസ്തുവിന്റെ രക്തത്തിൽ ആശ്രയിക്കാതെ മരിച്ചാൽ, പ്രിയപ്പെട്ടവരെ, പാപിയായിട്ടാണ് അടക്കപ്പെടുന്നെങ്കിൽ ലോകാവസാന ദിവസം നിങ്ങൾ ഓരോരുത്തരും കല്ലറകളെ വെച്ച് ഇതേ രൂപത്തിൽ എഴുന്നേറ്റ് വരും. അന്ന് ഈ പ്രസംഗത്തിന്റെ കണക്ക് തീർക്കണം പ്രിയപ്പെട്ടവരെ. അന്ന് നമുക്ക് തമ്മിൽ മുഖാമുഖം കാണണം പ്രിയപ്പെട്ടവരെ. അന്ന് നിങ്ങൾ പാപിയായിട്ട് മരിച്ചതുകൊണ്ട് യേശുക്രിസ്തു നിങ്ങളുടെ പാപത്തിന് ശിക്ഷ വിധിച്ച് നിന്നെ നരകാഗ്നിയിലേക്ക് തള്ളിക്കളഞ്ഞാൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അന്ന് സൂര്യനില്ല, ചന്ദ്രനില്ല, നക്ഷത്രങ്ങളില്ല. ആ നരകാഗ്നിയിലേക്ക് നീ എറിയപ്പെട്ട് കഴിഞ്ഞാൽ ആ കാലമില്ല, സമയമില്ല, അവസാനമില്ലാത്തത് കൊണ്ട് ഒരു നാളും ഒരു മടങ്ങി വരവില്ല. നമ്മുടെ പുരോഹിതന്മാര് ധൂവപ്രാർത്ഥന ചെയ്താൽ നീ രക്ഷ പ്രാപിക്കത്തില്ല, പിണ്ടാടിത്തം ചെയ്താലും രക്ഷ പ്രാപിക്കത്തില്ല. ആ നരകാഗ്നിയിൽ നമ്മളെ വീണ്ടെടുപ്പാൻ ഒരു ശക്തിക്കും കഴിയാത്തത് കൊണ്ടും അത് അവസാനമില്ല, ഏറ്റങ്ങളാണ്, ഇൻഫിനിറ്റി ആയതുകൊണ്ടും പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുന്നു, മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ ആത്മാവിനെ വീണ്ടുകൊള്ളുവിന്. ഈ നിത്യമായിരിക്കുന്ന നരകാഗ്നിയിൽ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞു കുട്ടികളുടെ ജീവനെ, പ്രാണനെ വീണ്ടെടുത്തുകൊള്ളുമെന്ന് ഘോഷിച്ചുകൊണ്ട് ഈ പ്രസംഗം ഞങ്ങൾ ഇവിടെ നിർത്തുകയാണ്. യേശുക്രിസ്തു മുഖാന്തരം വിശ്വസിക്കുന്നവരെ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു.